പ്രധാനപ്പെട്ട വാർത്ത മലപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് കയറാമെന്ന് തോന്നുന്നു. മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ കടലുണ്ടിയിൽ വലിയ ലഹരി വേട്ട എന്ന വിവരമാണ് വരുന്നത്. 350 ഗ്രാം MDMA-യുമായി കോഴിക്കോട് സ്വദേശികളായ ലബീബ്, മുഹമ്മദ് അലി എന്നിവരെ പിടികൂടിയിട്ടുണ്ട്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇത് വലിയ ലഹരി സംഘത്തിലെ കണ്ണികൾ തന്നെയാണോ? അവരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ സമീർ? വിജയകുമാർ, മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ കടലുണ്ടി പാലത്തിന് സമീപം ഇന്ന് രാവിലെയാണ് വലിയ ലഹരി വേട്ട നടന്നിരിക്കുന്നത്. പരപ്പനങ്ങാടി എക്സൈസ് ആണ് ഈ ലഹരി സംഘത്തെ പിടികൂടിയിരിക്കുന്നത്. 350 ഗ്രാം MDMA-യുമായി 2 പേരാണ് എക്സൈസിന്റെ പിടിയിലായത്. കോഴിക്കോട് സ്വദേശികളായ ലബീബ്, മുഹമ്മദ് അലി എന്നിവരാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. ഇവരെ എക്സൈസ് നിലവിൽ ചോദ്യം ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇവർ ബംഗളൂരുവിൽ നിന്നാണ് MDMA എത്തിച്ചത് എന്നുള്ളതാണ് നിലവിൽ എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു ഡീല് ഈ കടലുണ്ടി പാലത്തിന് സമീപം വെച്ച് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു രഹസ്യ വിവരം ഈ എക്സൈസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരപ്പനങ്ങാടി എക്സൈസ് ടീമിലെ ഒരു സംഘം ഈ മേഖലയിൽ തന്നെ തമ്പടിച്ചു നിന്നത്. അങ്ങനെ ഏറെ കാത്തിരിപ്പിനൊടുവിൽ രാവിലെയാണ് ഈ പ്രതികളെ വലയിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. 2 പേരും കാറിലായിരുന്നു MDMA-യുമായി എത്തിയിരുന്നത്. ആദ്യഘട്ടത്തിൽ എക്സൈസിനോട് ഇവർ ലഹരി മരുന്ന് കൈവശമുള്ള കാര്യം സമ്മതിക്കാൻ തയ്യാറായില്ല. പിന്നീട് എക്സൈസ് വളരെ വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് വലിയ MDMA ശേഖരം തന്നെ ഇവരിൽ നിന്നും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രതികൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ പ്രതികൾ MDMA-യുമായി എത്തിയ ഒരു സ്വിഫ്റ്റ് കാറും നിലവിൽ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. 350 ഗ്രാം MDMA-യാണ് ഇവരിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. ഈ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനപ്പെട്ട കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായത് എന്നുള്ളതാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. ബംഗളൂരുവിൽ നിന്നും MDMA വലിയ തോതിൽ എത്തിച്ചുകൊണ്ട് ഇവിടെ വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് ഇവരുടേത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഈ വിതരണം ചെയ്യാനായി ഉള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഇത്തരത്തിൽ ഇവർ പിടിയിലാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പോലീസും എക്സൈസും ഒക്കെ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ട് വലിയ MDMA വലിയ ശേഖരം തന്നെ നിലവിൽ പിടിയിലാകുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ സമീപകാലത്ത് 1.5 കിലോ ലഹരി മരുന്ന് പിടികൂടുന്ന സാഹചര്യമൊക്കെ തന്നെ ജില്ലയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ജില്ലയിലുടനീളം എക്സൈസ് പോലീസും ഒക്കെ തന്നെ വലിയ പരിശോധന നടത്തുന്നു. വലിയ ജാഗ്രതയോട് കൂടി സമീപിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്രയും വലിയൊരു MDMA വേട്ട ഉണ്ടായിരിക്കുന്നത്. ഇനി ആർക്ക് വേണ്ടിയാണ് ഈ പ്രതികൾ ഈ MDMA എത്തിച്ചത്, ആർക്കൊക്കെ ഇതിന്റെ പങ്കുണ്ട്, ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ എക്സൈസിന് വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അതിനുശേഷം തുടർ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്.